എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ഒരിക്കൽ കൂടി ജോഗ്രഫി ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ 2 ടൈപ്പ് വിൻഡ് സിസ്റ്റങ്ങളാണ് കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആരൊക്കെയായിരുന്നു? പെർമനൻറ്റ് വിൻഡ് സിസ്റ്റം പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സിൽ പീരിയോഡിക് വിൻഡ് സിസ്റ്റം പറഞ്ഞു. പീരിയോഡിക് വിൻഡ് സിസ്റ്റത്തിൽ നമ്മൾ ഡയണൽ പീരിയോഡിക് വിൻഡ് സിസ്റ്റവും പറഞ്ഞു, സീസണൽ പീരിയോഡിക് വിൻഡ് സിസ്റ്റവും പറഞ്ഞു അല്ലേ. ഡയണിൽ ആരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? സീ ബ്രീസ്, ലാൻഡ് ബ്രീസ്, വാലി ബ്രീസ്, മൗണ്ടൻ ബ്രീസ്. പിന്നെ സീസണൽ ആയിട്ടുള്ള പീരിയോഡിക് വിൻഡ്സിന് നമ്മൾ ഉദാഹരണം പറഞ്ഞത് ആരെയാണ്? സൗത്ത് വെസ്റ്റ് മൺസൂണിനെയും നോർത്ത് വെസ്റ്റ് മൺസൂണിനെയുമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് ലോക്കൽ വിൻഡ്സ് ആണ്. ആ വാക്കിൽ തന്നെയുണ്ട് എന്താണ് ലോക്കൽ. ലോക്കൽ എന്ന് പറഞ്ഞാൽ പ്രദേശം അല്ലേ. അപ്പം ആ പ്രദേശവും അല്ലെങ്കിൽ നമുക്ക് മലയാളത്തിൽ പറയുകയാണെങ്കിൽ പ്രാദേശിക കാറ്റുകളാണ്. നോക്കാം. ലോക്കൽ വിൻഡ്സ് ആർ വിൻഡ്സ് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് ലോക്കൽ ഡിഫറൻസസ് ഇൻ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ വേൾഡ്. ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ അവിടുത്തെ മാത്രം ആ പ്രദേശത്തിൻ്റെ മാത്രം ചില ടെമ്പറേച്ചർ ഡിഫറൻസസുകളും ആ പ്രദേശത്തിൻ്റെ മാത്രം ചില പ്രഷർ ഡിഫറൻസസുകളും മൂലം സംഭവിക്കുന്ന ആ പ്രദേശത്ത് മാത്രം കാണപ്പെടുന്ന ചില കാറ്റുകളാണ് ഏതെന്ന് പറയുന്നത് ലോക്കൽ വിൻഡ്സ്. അപ്പോൾ ചില സ്പെസിഫിക് ലൊക്കാലിറ്റീസിൽ മാത്രം ആ ലൊക്കാലിറ്റിയുടെ ചില ടെമ്പറേച്ചർ ഡിഫറൻസസ്, പ്രഷർ ഡിഫറൻസസ് ഇതുമൂലം ലോകത്തിൻ്റെ ചില പ്രദേശങ്ങളിൽ മാത്രം കണ്ടുവരുന്ന കാറ്റുകളാണ് ലോക്കൽ വിൻഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വിൻഡുകൾ എല്ലായിടത്തും ഉണ്ടായിരിക്കുമോ? ഉണ്ടാവില്ല. ചില പ്രദേശങ്ങളിൽ മാത്രമായിരിക്കും. കാര്യം അവിടുത്തെ ലോക്കലി ആയിട്ടുള്ള പ്രഷർ ഡിഫറൻസസും മറ്റു കാര്യങ്ങളും മൂലമാണ് ഇത് സംഭവിക്കുന്നത്. മോസ്റ്റ് ഓഫ് ദ ലോക്കൽ വിൻഡ്സ് ആർ പീരിയോഡിക് ഇൻ നേച്ചർ. സാധാരണ പീരിയോഡിക് നേച്ചറാണ്, അതായത് ഡയറക്ഷൻ ചേഞ്ച് ചെയ്തിട്ട് വീശുന്ന വിൻഡുകളാണ് സാധാരണ ഈ ലോക്കൽ വിൻഡ്സ് ഒക്കെ എന്ന് പറയുന്നുണ്ട്. എങ്കിലും ദീസ് വിൻഡ്സ് ആർ നോൺ ബൈ ലോക്കൽ റീജിയണൽ നെയിംസ്. ഈ കാറ്റുകൾക്കൊക്കെ ആ ഓരോ പ്രദേശത്തല്ലേ വീശുന്നത്. അപ്പോൾ ആ പ്രദേശത്തെ റീജിയണൽ, അവരുടെ ഭാഷയിലുള്ള അവരുടെ ആ ഒരു പ്രദേശത്തെ ഒരു റീജിയണൽ പേരുകളാണ് അവരെന്ത് ചെയ്തിട്ടുള്ളത്, ഈ ലോക്കൽ വിൻഡ്സിനൊക്കെ നൽകിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ലോകത്തിലെ പ്രധാനപ്പെട്ട ചില ലോക്കൽ വിൻഡ്സിനെയാണ് നമ്മൾ ഈ ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇവിടെ 4 ഉള്ളൂ, പക്ഷേ അതുമാത്രമല്ല, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന വേറെയും കുറേ ലോക്കൽ വിൻഡ്സുകളുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ലോക്കൽ വിൻഡ് പരിചയപ്പെടാം. അതിൻ്റെ പേരാണ് ലൂ. എന്താണ് ലൂ? ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്ത്യയിൽ വീശുന്ന ഒരു ലോക്കൽ വിൻഡാണ്. ഈ ലൂനെ പോയിട്ട് നമ്മൾ അമേരിക്കയിലോ ആഫ്രിക്കയിലോ പോയാൽ കാണാൻ വേണ്ടി പറ്റില്ല. ലൂ എവിടെ മാത്രം വീശുന്നതാണ്? അത് ഇന്ത്യയിൽ മാത്രമാണ്. അതിൻ്റെ റീജിയൻ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ് ആണ്. ബേസിക്കലി ഇത് ഇന്ത്യയിലെ താർ ഡെസേർട്ടിൽ നിന്ന്, ഇന്ത്യയിലെ രാജസ്ഥാൻ്റെ താർ ഡെസേർട്ടിൽ നിന്ന് നമ്മുടെ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസിലോട്ടേക്ക്, പഞ്ചാബ്, ഹരിയാന, അങ്ങനെയുള്ള കുറച്ച് ഭാഗങ്ങളുണ്ടല്ലോ, ഉത്തർപ്രദേശ്, ഇങ്ങനെയുള്ള ഭാഗങ്ങളിലേക്ക് വീശുന്ന, നോർത്ത് ഇന്ത്യയിലേക്ക് നമ്മുടെ താർ ഡെസേർട്ടിൽ നിന്ന്, രാജസ്ഥാൻ ഡെസേർട്ടിൽ നിന്ന് വീശുന്ന ഒരു വിൻഡാണ് ബേസിക്കലി ലൂ എന്ന് പറയുന്നത്. ഇതെപ്പോഴാണ് വീശാറുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമ്മർ സീസണിലാണ് വീശാറുള്ളത്. നമ്മുടെ വേനൽക്കാലത്താണ് വീശാറുള്ളത്. എവിടെ നിന്നാണ് വീശുന്നത്? മരുഭൂമിയിൽ നിന്നാണ് വീശുന്നത് അല്ലേ. രാജസ്ഥാൻ ഡെസേർട്ടിൽ നിന്നാണ് വീശുന്നത്. സ്വാഭാവികമായിട്ടും ഓൾറെഡി നമ്മൾ സമ്മറിൻ്റെ വലിയ ഒരു ചൂട് ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ. ആ സമയത്ത് നമ്മളുടെ ചൂട് കൂടുതലുള്ള ഡെസേർട്ടിൽ നിന്ന് തന്നെ ഒരു വാം വിൻഡ്, അതായത് ഒരു വളരെ ഡ്രൈ ആയിട്ടുള്ള ഒരു ചൂട് കാറ്റ് വീശുക എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുക? അത് സ്വാഭാവികമായിട്ട് നമ്മുടെ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസിലെ ചൂടിനെ വളരെയധികം കൂട്ടുന്നതിന് കാരണമാകുന്നു. അതുകൊണ്ട് തന്നെ ഈ വിൻഡ് ഒരു ഹോട്ട് വിൻഡാണ്. ഡെസേർട്ടിൽ നിന്ന് വീശുന്നത് കൊണ്ട് തന്നെ ഇതൊരു ഹോട്ട് വിൻഡാണ് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കി വെക്കാം. സാധാരണ കമ്പാരിറ്റീവ്ലി നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ ചൂട് കാലത്ത് വലിയ അളവിൽ ചൂട് കൂടാനുള്ള ഒരു മറ്റൊരു റീസൺ കൂടി, 2 റീസണാണ്. ഒന്ന് കടലിൽ നിന്ന് അകലെയാണ്, മറ്റൊരു റീസൺ ഈ പറയുന്ന ലൂ എന്ന് പറയുന്ന ഈ ഹോട്ട് വിൻഡ് എത്തുന്നു. അത് ഓൾറെഡി ചൂടായി കിടക്കുന്ന ഈ നോർത്ത് ഇന്ത്യയിലെ കൂടുതൽ ചൂട് പിടിപ്പിക്കുന്നു എന്നതാണ് അതിൻ്റെ റീസണായിട്ട് പറയുന്നത്. അടുത്ത ഒരു ലോക്കൽ വിൻഡാണ് ചിനൂക്ക് എന്ന് പറയാം. ചിനൂക്ക് എവിടെയാണ് വീശുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചിനൂക്ക് എന്ന് പറയുന്ന ലോക്കൽ വിൻഡ് വീശുന്നത് സ്ലോപ്സ് ഓഫ് റോക്കി മൗണ്ടെയ്ൻസ് ഇൻ നോർത്ത് അമേരിക്ക. നോർത്ത് അമേരിക്കയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മൗണ്ടെയിൻ ഏരിയയാണ് റോക്കി മൗണ്ടെയ്ൻസ് എന്ന് പറയുന്നത്. ഈ റോക്കി മൗണ്ടെയ്ൻസിൻ്റെ സ്ലോപ്സിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? റോക്കി മൗണ്ടെയ്ൻസിൻ്റെ സ്ലോപ്സിലൂടെ, നോർത്ത് അമേരിക്കയിലെ റോക്കി മൗണ്ടെയ്ൻസിൻ്റെ സ്ലോപ്സിലൂടെ ബ്ലോ ചെയ്യുന്ന വിൻഡാണ്, റോക്കി മൗണ്ടെയ്ൻസിൻ്റെ സ്ലോപ്സിലൂടെ ബ്ലോ ചെയ്യുന്ന വിൻഡാണ് ചിനൂക്ക് എന്ന് പറയുന്നത്. ഈ ചിനൂക്ക് എന്ന് പറയുന്ന വിൻഡും ഒരു ഡ്രൈ ഹോട്ട് വിൻഡാണ്. വളരെ വരണ്ട ഒരു ചൂട് കാറ്റാണ് ആരെന്ന് പറയുന്നതും ചിനൂക്ക് എന്ന് പറയുന്ന വിൻഡും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ ചിനൂക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് സ്നോ ഈറ്റർ എന്നാണ്. ചിനൂക്ക് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം, അതൊരു റീജിയണൽ ആയിട്ട് നമ്മൾ പറയുന്നതാണ്. സ്നോ ഈറ്റർ എന്ന് പറയുന്ന അർത്ഥമാണ് ശരിക്കും ചിനൂക്ക് എന്ന വാക്കിനുള്ളത്.
സ്നോ ഈറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ബേസിക്കലി ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നല്ലവണ്ണം ഒരു ഒരു തണുപ്പ് മൂടി കിടക്കുന്ന നല്ലവണ്ണം വിൻ്റർ സമയത്ത് നല്ലവണ്ണം ഒരു തണുപ്പ് വളരെയധികം തണുപ്പിൻ്റെ കാഠിന്യം കൊണ്ട് വളരെയധികം മഞ്ഞ് മൂടിക്കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഈ റോക്കി മൗണ്ടെയ്ൻസ് എന്ന് പറയുന്ന സ്ഥലം. ഇവിടേക്കാണ് ഈ ഒരു ഡ്രൈ ഹോട്ട് വിൻഡായിട്ടുള്ള ചിനൂക്ക് എന്ന് പറയുന്ന വിൻഡ് എത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ ഈ റോക്കി മൗണ്ടെയ്ൻ സ്ലോപ്സിലെ മഞ്ഞെല്ലാം സ്നോ എല്ലാം മെൽറ്റ് ആവാൻ വേണ്ടി തുടങ്ങും. മെൽറ്റായിട്ട് അവിടുത്തെ തണുപ്പിൻ്റെ ആ ഒരു സിവിയറിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ കാറ്റ് സഹായിക്കുന്നു. അപ്പോൾ അവർക്കൊരു ഉപകാരമാണ് ഈ കാറ്റ് കൊണ്ടുണ്ടാകുന്നത്. അതുകൊണ്ടാണ് സ്നോ ഈറ്റർ മഞ്ഞിനെ ഉരുക്കിക്കളയുന്ന അല്ലെങ്കിൽ മഞ്ഞിനെ തിന്നുന്നത്, മഞ്ഞു തീനി എന്ന അർത്ഥത്തിൽ, മഞ്ഞു തീനി എന്നാണ് മലയാളത്തിൽ പറയാം, മഞ്ഞിനെ തിന്നുന്നത് എന്ന അർത്ഥത്തിൽ. ശരിക്കും ആ കാറ്റെത്തുമ്പോൾ ഡ്രൈ ഹോട്ട് വിൻഡ് ആയതുകൊണ്ട് തന്നെ അവിടുത്തെ ഐസ് മെൽറ്റ് ആവുകയാണ്, മഞ്ഞ് മെൽറ്റ് ആവുകയാണ്, ഉരുകുകയാണ്. അതുകൊണ്ട് അവർക്ക് അവിടെ പലതും കൃഷി ചെയ്യാനും അവർക്ക് വലിയ അളവിൽ തണുപ്പിൻ്റെ ഒരു കാഠിന്യത്തിൽ നിന്ന് രക്ഷപ്പെടാനൊക്കെ സാധിക്കുന്നു. അതുകൊണ്ട് ചിനൂക്ക് സ്നോ ഈറ്റർ എന്ന അർത്ഥത്തിലാണ് നമ്മൾ അതിനെ വിളിക്കാറുള്ളത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടേബിളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പരീക്ഷയ്ക്ക് എന്തായാലും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടേബിളാണ് കേട്ടോ. ഇത് ഫിൽ ഇൻ ദ കംപ്ലീഷനായിട്ട് നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അടുത്തൊരു ലോക്കൽ വിൻഡാണ് ഫൊൻ എന്ന് പറയുന്നത്. ഫൊൻ എന്ന് പറയുന്നതും ഒരു ഡ്രൈ ഹോട്ട് വിൻഡ് തന്നെയാണ്. വളരെ വരണ്ട ഒരു ചൂടുകാറ്റ് തന്നെയാണ് ഏതെന്ന് പറയുന്നതും ഫൊൻ എന്ന് പറയുന്ന വിൻഡും. ഫൊൻ എവിടെയാണ് വീശുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്പിലാണ്. യൂറോപ്പിലെ സ്ലോപ്സ് ഓഫ് ആൽപ്സ് മൗണ്ടെയിനിലാണ്. നമുക്ക് അറിയാം യൂറോപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചില മൗണ്ടെയിൻസ് ആണ് ഏതെന്ന് പറഞ്ഞാൽ ആൽപ്സ് മൗണ്ടെയിൻ എന്ന് പറയുന്നത് യൂറോപ്പിലാണ്. നമ്മൾ നേരത്തെ റോക്കി മൗണ്ടെയിൻ പറഞ്ഞത് അമേരിക്കയിലാണ്. നോർത്ത് അമേരിക്കയിലാണെങ്കിൽ അത് നോർത്ത് അമേരിക്ക എന്ന് പറയുമ്പോൾ ബേസിക്കലി കാനഡയുടെ ഭാഗത്തൊക്കെയാണ്. കാനഡയിലൊക്കെ ഈ വീറ്റ് കൾട്ടിവേറ്റ് ചെയ്യാനൊക്കെ ഈ തണുപ്പ് കുറയുന്നതുകൊണ്ട് ആർക്ക് സാധിക്കുന്നുണ്ട്, ചിനൂക്ക് എത്തുന്നതുകൊണ്ട് സാധിക്കാറുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആകുന്നത്. ഇനി ഫൊൻ എന്ന് പറയുമ്പോൾ അത് യൂറോപ്പിലാണ്. യൂറോപ്പിലെ മൗണ്ടെയിൻ റേഞ്ചസ് ആയിട്ടുള്ള ആൽപ്സ് മൗണ്ടെയിനിൽ നിന്നും ആ ചെരുവിലൂടെയാണ് വീശാറുള്ളത്. ഇത് ഡ്രൈ ഹോട്ട് വിൻഡാണ്. അതും ഈ പറഞ്ഞ പോലെ അവിടുത്തെ കോൾഡിൻ്റെ അല്ലെങ്കിൽ മഞ്ഞിൻ്റെ ഒരു സിവിയറിറ്റി കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു വിൻഡ് തന്നെയാണ് ഫൊൻ എന്ന് പറയുന്നത്. അടുത്തൊരു വിൻഡാണ് ഹർമാറ്റൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സഹാറ ഡെസേർട്ട് ഇൻ ആഫ്രിക്കയിലെ സഹാറ ഡെസേർട്ടിൻ്റെ ആ ഭാഗത്തു നിന്ന് വീശുന്നൊരു വിൻഡാണ്. സഹാറ ഡെസേർട്ടിൻ്റെ ഭാഗത്തു നിന്ന് നമ്മുടെ ഈസ്റ്റ് ആഫ്രിക്കയിലോട്ടേക്ക് വീശുന്ന ഒരു വിൻഡാണ്. നോക്കൂ, ഈ സഹാറ ഡെസേർട്ടിൽ നിന്ന് വീശുന്ന വിൻഡ് ആയതുകൊണ്ട് തന്നെ ഈ വിൻഡിൽ എന്തായിരിക്കും, നല്ല ഡ്രൈ ആയിരിക്കും അല്ലേ. അതുപോലെ തന്നെ വാം അല്ലെങ്കിൽ ഹോട്ട് വിൻഡ് ആയിരിക്കും, നല്ല ചൂടുള്ള വരണ്ട കാറ്റായിരിക്കും. ഈ ഈസ്റ്റ് ആഫ്രിക്കയുടെ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കേണ്ടത്, ഈസ്റ്റ് ആഫ്രിക്കയിൽ ഈ കാറ്റ് എത്തുന്നതിന് മുന്നേ, ഈ ഹർമാറ്റൻ എന്ന് പറയുന്ന ലോക്കൽ വിൻഡ് എത്തുന്നതിന് മുന്നേ ഈ ഈസ്റ്റ് ആഫ്രിക്കയുടെ ഭാഗം അവിടെ ഈ വിൻ്റർ സമയത്ത് ഉണ്ടാകുന്ന ചില അസുഖങ്ങൾ കൊണ്ട് ആളുകൾ ബുദ്ധിമുട്ടുന്ന ഒരു സമയമായിരുന്നു. അതായത് ഈ ആളുകൾക്ക് വിൻ്റർ സീസണിൽ ഉണ്ടാകുന്ന കോൾഡ്, അതുപോലെ തന്നെ മറ്റുള്ള ജലദോഷം പോലുള്ള അസുഖങ്ങൾ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചില പനി പോലുള്ള അസുഖങ്ങൾ കൊണ്ടൊക്കെ തണുപ്പത്ത് ഈ അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന സമയത്താണ് ആരെത്തുന്നത്, നല്ല ചൂട് കാറ്റ് എവിടെ നിന്ന് എത്തുന്നത്, സഹാറ ഡെസേർട്ടിൽ നിന്ന് എത്തുന്നത്. അങ്ങനെ എത്തുന്ന സമയത്ത് ഇതെന്താ സംഭവിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഹർമാറ്റൻ എത്തുന്നതോട് കൂടിയിട്ട് ഈ ഭാഗത്തെ ആളുകളുടെ എന്ത് മാറുകയാണ്, ഈ നമ്മുടെ വിൻ്റർ ഈ തണുപ്പ് കാലത്തുണ്ടാകുന്ന അസുഖങ്ങൾ കുറച്ച് മാറുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കാറ്റിനെ ഡോക്ടർ ഹർമാറ്റൻ എന്ന പേരിൽ കൂടി നമ്മൾ വിളിക്കാറുണ്ട്. എനിവേ ഇത് റിലീഫ് ടു ഇൻറ്റൻസ് ഹീറ്റ്, ഇത് കുറച്ചുകൂടെ നമ്മുടെ ഈ ചൂടിനെ കുറക്കുന്നുണ്ട് എന്നുള്ള ഒരു അർത്ഥത്തിൽ ചൂടിനെ കുറക്കുകയും കൂടി ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഇതിൽ നിന്ന് നമുക്കൊരു മോചനം കൂടി തരുന്നുണ്ട് എന്നുള്ള അർത്ഥത്തിൽ കൂടി നമ്മൾ ഹർമാറ്റിനെ കണക്കാക്കണം. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ലോക്കൽ വിൻഡ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ആരൊക്കെ പറഞ്ഞു, നമ്മൾ പെർമനൻറ്റ് വിൻഡ് സിസ്റ്റം പറഞ്ഞു, പിന്നെ ഏതാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, പീരിയോഡിക് വിൻഡ് സിസ്റ്റം പറഞ്ഞു, ഇപ്പോൾ ലോക്കൽ വിൻഡ് സിസ്റ്റം പറഞ്ഞു. ഇനി നമുക്ക് ആരും കൂടിയാണ് പറയാനുള്ളത്, വേരിയബിൾ വിൻഡ്സ് ആണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മൾ വേരിയബിൾ വിൻഡ്സിനകത്ത് പറയാനായിട്ട് പോകുന്നത്. വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് നിൽക്കുക. മനസ്സിലാക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും, പക്ഷേ മാക്സിമം ഞാൻ വളരെ സിമ്പിളാക്കിയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരാം. എങ്കിലും നിങ്ങൾക്ക് അത് മനസ്സിലാവുന്ന തരത്തിൽ നിങ്ങളത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുകയോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സംശയങ്ങളായിട്ട് നിങ്ങൾ ചോദിക്കുകയോ ചെയ്യുക. അപ്പോൾ നമുക്ക് വേരിയബിൾ വിൻഡ്സിനെ പറ്റിയിട്ട് നമുക്ക് പഠിക്കാം. വിൻഡ്സ് ഓഫ് ഷോർട്ട് ഡ്യൂറേഷൻ ഓഫ് വിച്ച് ദ ഇൻറ്റൻസിറ്റി ഓർ ഡിറക്ഷൻ കനോട്ട് ബി പ്രിഡിക്റ്റഡ് ആർ കോൾഡ് വേരിയബിൾ വിൻഡ്സ്. അതാണ് ആ വാക്കിൽ തന്നെയുണ്ട്, വേരിയബിളാണ്. വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ചേഞ്ച് ചെയ്യാൻ എപ്പോഴും സാധ്യതയുണ്ട് എന്ന അർത്ഥമാണ്. അപ്പം
ഈ വേരിയബിൾ വിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി അത് വളരെ ഷോർട്ട് ഡ്യൂറേഷനിൽ വളരെ കുറച്ച് സമയം മാത്രം ഉണ്ടാകുന്ന കാറ്റുകളാണ്. മിക്കവാറും 1-2 ദിവസങ്ങൾ അല്ലെങ്കിൽ ഒരു 3-4 ദിവസങ്ങൾ അല്ലെങ്കിൽ ഒരു മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു ആഴ്ച വരെയൊക്കെ മാക്സിമം ആ ഒരു ഷോർട്ട് ഡ്യൂറേഷനിൽ മാത്രം കുറച്ച് കാലഘട്ടം മാത്രം ഉണ്ടാകുന്ന കാറ്റുകളാണ് വേരിയബിൾ വിൻസ്, ഓഫ് വിച്ച് ദ ഇൻറ്റൻസിറ്റി ഓർ ഡിറക്ഷൻ കനോട്ട് ബി പ്രിഡിക്റ്റഡ്. അതിൻ്റെ ഒരു ഡയറക്ഷനോ അത് എവിടെ നിന്ന് എവിടേക്ക് വീശുമെന്നുള്ളതോ അത് എങ്ങോട്ടേക്ക് മാറുമെന്നോ അതിൻ്റെ ഒരു ഡയറക്ഷൻ എങ്ങോട്ടേക്ക് ചേഞ്ച് ചെയ്യുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പ്ലസ് അതിൻ്റെ ഇൻറ്റൻസിറ്റി, അതിൻ്റെ ശക്തിയും നമുക്ക് പ്രവചിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അതിൻ്റെ ശക്തിയും അതിൻ്റെ ഇൻറ്റൻസിറ്റിയും അതിൻ്റെ ഡയറക്ഷനും അതിൻ്റെ ദിശയും ഒന്നും നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത തരം എന്നാൽ ഷോർട്ട് ഡ്യൂറേഷനിൽ മാത്രം വളരെ കുറച്ച് സമയം മാത്രം അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ മാത്രം ഉണ്ടാകുന്ന വിൻഡുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കാറുള്ളത്? വേരിയബിൾ വിൻസ് എന്ന് വിളിക്കാറുള്ളത്. വേരിയബിൾ വിൻസിൽ നമുക്ക് പ്രധാനമായിട്ടും 2 ടൈപ്പ് കാറ്റഗറിയിലുള്ള വിൻഡുകളാണുള്ളത്. ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം സൈക്ലൻസ് ആണ്. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ആൻറ്റി സൈക്ലൻസ് ആണ്. അപ്പോൾ ഇതാണ് വേരിയബിൾ വിൻസിലുള്ള 2 കാറ്റഗറി. അപ്പോൾ വേരിയബിൾ വിൻസ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ഡ്യൂറേഷനിൽ ഉണ്ടാകുന്നതാണ്. അതിൻ്റെ ഡയറക്ഷനോ അതിൻ്റെ ഇൻറ്റൻസിറ്റിയോ വി കനോട്ട് പ്രെഡിക്റ്റഡ്, നമുക്കത് പ്രവചിക്കാൻ വേണ്ടി പറ്റില്ല. വേരിയബിൾ വിൻസ് എത്ര ടൈപ്പിലുണ്ട്, എത്ര കാറ്റഗറിയിലുണ്ട്? അത് 2 കാറ്റഗറിയിലാണുള്ളത്. ഒന്ന് സൈക്ലൻസ് ആണ്, മറ്റൊന്ന് ആൻറ്റി സൈക്ലൻസ് ആണ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിൽ തന്നെ സൈക്ലൻസ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. സൈക്ലൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം ചുഴലിക്കാറ്റ് എന്ന്. കാര്യം ചുഴലിക്കാറ്റ് എന്നുള്ളത് നമ്മുടെ നാടൻ ഒരു ഭാഷയിൽ മാത്രം നമ്മൾ പറയുന്ന ഒന്നാണ്. സൈക്ലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുഴലിക്കാറ്റ് എന്നുള്ള അത് മാത്രമായിട്ടും നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. എനിവേ സൈക്ലൻസിനെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ചുഴലിക്കാറ്റ് എന്ന് തന്നെ വിശേഷിപ്പിക്കാം. ചുഴലിക്കാറ്റ് എന്ന് വിശേഷിപ്പിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഓക്കെ, പൊതുവെ ചുഴലിക്കാറ്റ് മാത്രമല്ല സൈക്ലൻസ് ആയിട്ടുള്ളത്. സൈക്ലൻസിൻ്റെ ഒരു വിഭാഗമാണ് ചുഴലിക്കാറ്റ്. നോക്കാം, നമുക്ക് ആദ്യം സൈക്ലൻസ് എന്താണെന്ന് പരിചയപ്പെടാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് സൈക്ലൻസ്. അത് കഴിഞ്ഞിട്ട് അത്രത്തോളം ഇമ്പോർട്ടൻസ് അല്ലെങ്കിലും നമുക്ക് പരീക്ഷൻ്റെ ഭാഗമായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ് ആൻറ്റി സൈക്ലൻസ്. നമ്മുടെ ലൈഫിൻ്റെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ സൈക്ലൻസ് ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. എനിവേ സൈക്ലൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ സൈക്ലൻസ് എന്താണെന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് ആദ്യം ഒന്ന് വായിച്ച് നോക്കുന്നതിന് മുന്നായിട്ട് ഞാൻ നിങ്ങൾക്ക് കുറച്ച് വരച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം. അതിന് മുന്നായിട്ട് നിങ്ങൾ 2 ടൈപ്പിലുള്ള 2 സ്ഥലങ്ങളിൽ ഈ സൈക്ലൻസ് ഉണ്ടാകാം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഒന്ന് ട്രോപ്പിക്കൽ സൈക്ലൻസ് ഉണ്ട്. മറ്റൊന്ന് നമുക്ക് ടെമ്പറേറ്റ് സൈക്ലൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ 2 സൈക്ലൻസ് ഉണ്ട്, അല്ലെങ്കിൽ 2 പ്രദേശങ്ങളിൽ സൈക്ലൻസ് കാണപ്പെടാറുണ്ട്. ട്രോപ്പിക്കൽ സൈക്ലൻസും ടെമ്പറേറ്റ് സൈക്ലൻസും. അപ്പോൾ ഇതൊക്കെ എന്താണ്, എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളാണ് നമ്മളിനി പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് 2 ടൈപ്പിലുള്ള സൈക്ലൻസ് ഉണ്ട് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് ട്രോപ്പിക്കൽ സൈക്ലൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ടെമ്പറേറ്റ് സൈക്ലൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം ഇത് തമ്മിലുള്ള വ്യത്യാസം ആദ്യം ഒന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് സൈക്ലൻസിലോട്ടേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഭൂമിയെ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഇക്വേറ്റർ 0 ഡിഗ്രിയിൽ ഇക്വേറ്റർ, പിന്നെ ഒരു 30 ഡിഗ്രി വരെ എടുക്കാം. നമുക്ക് 30 ഡിഗ്രി നോർത്തും ഒരു 30 ഡിഗ്രി സൗത്തും, ചില ആൾക്കാർ 23.5 ഡിഗ്രി വരെ എടുക്കാറുണ്ട്. നമുക്കൊരു മാക്സിമം 30 ഡിഗ്രി വരെ എടുക്കാം. 30 ഡിഗ്രി നോർത്തും 30 ഡിഗ്രി സൗത്തും. ഇതിൻ്റെ ഇടയിൽ ഉള്ള പ്രദേശങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രോപ്പിക്കൽ റീജിയൻസ്. ഇതിൻ്റെ ഇടയിൽ നമ്മൾ പറയുന്ന സ്ഥലങ്ങളുടെ പേരാണ് ട്രോപ്പിക്കൽ റീജിയൻസ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന ട്രോപ്പിക്കൽ കൺട്രീസ്, ഇതിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന ട്രോപ്പിക്കൽ ക്ലൈമറ്റ്, ഇതിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന ട്രോപ്പിക്കൽ സൈക്ലൻസ്. അപ്പോൾ ഈ 30 ഡിഗ്രി നോർത്തിനും 30 ഡിഗ്രി സൗത്തിനും, അതായത് ട്രോപ്പിക്കൽ റീജിയൻസിൽ വീശുന്ന 30 ഡിഗ്രി ചില ആൾക്കാർ 23.5 ഡിഗ്രി നോർത്തും പറയാറുണ്ട്, 23.5 ഡിഗ്രി സൗത്തും. 23.5 ഡിഗ്രി നോർത്തും സൗത്തുമാണ് ട്രോപ്പിക്കൽ റീജിയൻ എന്ന് പറയാറുണ്ട്. എനിവേ നമുക്ക് 30 ഡിഗ്രി നമുക്ക് കാൽക്കുലേഷൻ്റെ എളുപ്പത്തിന് നമുക്ക് 30 ഡിഗ്രീസ് എടുക്കാം. അപ്പോൾ എനിവേ ഈ ട്രോപ്പിക്കൽ റീജിയൻസിൻ്റെ ഇടയിൽ വീശുന്ന വിൻഡുകളെയാണ് നമ്മൾ ട്രോപ്പിക്കൽ സൈക്ലൻസ് എന്ന് വിളിക്കുക. അപ്പോൾ എന്താണ് ടെമ്പറേറ്റ് സൈക്ലൻസ്? ടെമ്പറേറ്റ് റീജിയൻസ് ഉണ്ട്. നമുക്കൊരു 30 ഡിഗ്രി ടു ഒരു 66.5 ഡിഗ്രി വരെ എടുക്കാം നോർത്തിലും, അതുപോലെ തന്നെ സൗത്തിലും 66.5 ഡിഗ്രി വരെ എടുക്കാം. ഈ ഏരിയയിൽ ഇവിടെയും ഈ ഏരിയയിലും നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയാറുള്ളത്? നമ്മൾ ടെമ്പറേറ്റ് റീജിയൻസ് എന്ന് വിളിക്കാറുള്ളത്. അപ്പോൾ ഈ ടെമ്പറേറ്റ് റീജിയൻസിലുള്ള രാജ്യങ്ങൾ ടെമ്പറേറ്റ് കൺട്രീസ്. ഓക്കെ, അതായത്
നമ്മൾ ട്രോപ്പിക്കൽ കൺട്രീസ് എന്ന് പറഞ്ഞ പോലെ ഈ ഏരിയയിൽ ഈ ലാറ്റിറ്റ്യൂഡ്സിൻ്റെ ഇടയിലാണെങ്കിൽ ഈ 30s മേലെയും 60s ഇടയിലും 66.5 ഡിഗ്രീൻ്റെ ഒക്കെ ഇടയിലായിട്ട് നിൽക്കുന്ന രാജ്യങ്ങളാണെങ്കിൽ നമുക്ക് ട്രോപ്പിക്കൽ കൺട്രീസ്, ട്രോപ്പിക്കൽ ഐലൻഡ്സ്, ട്രോപ്പിക്കൽ ക്ലൈമറ്റ്, ഇങ്ങനെയൊക്കെ നമ്മൾ ട്രോപ്പിക്കൽ റീജിയൻസിനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഏരിയയിലുള്ള ആൾക്കാരെ നമുക്ക് ടെമ്പറേറ്റ് സൈക്ലിൻസ്, ടെമ്പറേറ്റ് കൺട്രീസ്, ടെമ്പറേറ്റ് ക്ലൈമറ്റ് എന്നൊക്കെ വിളിക്കാം. അപ്പോൾ ഇതിൻ്റെ ഇടയിലാണ് ഈ ഭാഗത്തുള്ള ഇതിൻ്റെ ഇവിടെയുമായിട്ടുള്ള ആൾക്കാരെയാണ് അവിടെ വീശുന്ന സൈക്ലൻസ് ആണ് ടെമ്പറേറ്റ് സൈക്ലൻസ്. ഈ പറഞ്ഞ അടയാളപ്പെടുത്തിയ സ്ഥലത്ത് വീശുന്നതാണെങ്കിൽ അത് ട്രോപ്പിക്കൽ സൈക്ലൻസ്. ഈ രണ്ട് ബേസിക് വ്യത്യാസങ്ങൾ നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി ഈ പറഞ്ഞ കാര്യങ്ങളെ നമുക്കൊന്നും കൂടെ ആവശ്യം വരും. അപ്പോൾ ആ ഭാഗത്ത് നമുക്കൊന്നും കൂടെ മനസ്സിലാക്കാം. എന്തായാലും ഇതാണ് ട്രോപ്പിക്കൽ സൈക്ലൻസും ഇതാണ് ട്രോപ്പിക്കൽ റീജിയണിൽ വീശുന്ന സൈക്ലൻസ്. ട്രോപ്പിക്കൽ സൈക്ലൻസ് ടെമ്പറേറ്റ് സൈക്ലൻസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേറ്റ് റീജിയണിൽ വീശുന്നത്, അതായത് ടെമ്പറേറ്റ് ലാറ്റിറ്റ്യൂഡ്സിന് ഇടയിൽ വീശുന്നത്. ട്രോപ്പിക്കൽ ലാറ്റിറ്റ്യൂഡ്സിന് ഇടയിൽ വീശുകയാണെങ്കിൽ ട്രോപ്പിക്കൽ സൈക്ലൻസ് എന്നും മനസ്സിലാക്കി വെക്കുക. ഇനി എന്താണ് ഈ പറയുന്ന സൈക്ലൻസ്? സൈക്ലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചുഴലിക്കാറ്റ് എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട്, ശരിയാണ്. നമുക്ക് ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഡയറക്ഷനോ അതിൻ്റെ ഇൻറ്റൻസിറ്റിയോ ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന വിൻഡുകളായിരിക്കാം ഇത്, ചിലപ്പോൾ വളരെ ലഘുവായിട്ടുള്ള വിൻഡുകളുമായിരിക്കാം. എനിവേ, എന്താണ് ഇത് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. എന്താണ് ഈ പറയുന്ന സൈക്ലൻസ് എന്ന് പറയുന്ന കാര്യത്തിൽ സംഭവിക്കുന്നത് നോക്കാം. ഒരു സ്ഥലത്ത് ലോ പ്രഷർ ഫോം ചെയ്യുകയും ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് ലോ പ്രഷർ ഫോം ചെയ്യുകയും അതിൻ്റെ സറൗണ്ടിങ് റീജിയൻസിൽ ഹൈ പ്രഷറുമാണെങ്കിൽ, ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് ലോ പ്രഷറും അതിൻ്റെ സറൗണ്ടിങ് റീജിയൻസിൽ ഹൈ പ്രഷറുമാണെങ്കിൽ വിൻഡ് എവിടെ നിന്ന് എവിടേക്കായിരിക്കും ബ്ലോ ചെയ്യാറുള്ളത്? ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്കല്ലേ. അപ്പോൾ ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ നിന്ന്, ചുറ്റുമുള്ള ഭാഗങ്ങളിൽ നിന്ന് എന്ത് ചെയ്യാൻ തുടങ്ങുന്നു? ഈ ലോ പ്രഷറുള്ള ഈ സെൻട്രൽ ഏരിയയിലോട്ടേക്ക് എന്ത് ചെയ്യാൻ പോകുന്നു? വിൻഡ് ബ്ലോ ചെയ്യാൻ പോകുന്നു. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? സൈക്ലൻസ് എന്ന് വിളിക്കുക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം ഒരു പർട്ടിക്കുലർ റീജിയനിൽ ലോ പ്രഷറും അതിൻ്റെ സറൗണ്ടിങ് അതിന് ചുറ്റുമുള്ള ഭാഗങ്ങളിൽ ഹൈ പ്രഷറും ഫോം ചെയ്യുമ്പോൾ ചുറ്റുമുള്ള ഭാഗങ്ങളിൽ നിന്ന് വിൻഡ് എന്ത് ചെയ്യുന്നു? ഈ സെൻട്രൽ പോർഷനിലോട്ടേക്ക് വിൻഡ് വരുന്നു. ഇതിനെയാണ് നമ്മൾ സൈക്ലൺ എന്ന് വിളിക്കുക. അപ്പോൾ ഇത് ബേസിക്കലി ഇത് വേൾ ചെയ്തിട്ടാണ്, ചുഴറ്റിയിട്ടാണ് വരിക. ഓക്കെ, നമ്മൾ അതിന് അതിനൊരു ചിത്രം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. നോക്കി നോക്കൂ. ഇപ്പം ഇവിടെ ഒരു ലോ പ്രഷർ, ഇവിടെ ഹൈ പ്രഷർ. അപ്പോൾ ഇത് ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ ചുഴറ്റി വേൾ ചെയ്തിട്ടാണ് വരിക. ഇതാണ് സൈക്ലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി സൈക്ലൻസിന് ഉള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സൈക്ലൻസിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സൈക്ലൻസ് നമ്മുടെ എവിടെയും നമ്മുടെ നോർത്തേൺ ഹെമിസ്ഫിയറിലും ഉണ്ടാകും, സതേൺ ഹെമിസ്ഫിയറിലും ഉണ്ടാകും. നോർത്തേൺ ഹെമിസ്ഫിയറിലും ആരുണ്ട്? സൈക്ലൻസ് ഉണ്ട്. സതേൺ ഹെമിസ്ഫിയറിലും സൈക്ലൻസ് ഉണ്ട്. ഇനി നോർത്തേൺ ഹെമിസ്ഫിയറിലുള്ള സൈക്ലൺ ആണെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ വരിക, അത് ബ്ലോ ചെയ്യുക ആൻറ്റി ക്ലോക്ക് വൈസിലായിരിക്കും നോർത്തേൺ ഹെമിസ്ഫിയറിലുള്ള ഒരു സൈക്ലൺ ആണെങ്കിൽ അത് എങ്ങനെയായിരിക്കും? ആൻറ്റി ക്ലോക്ക് വൈസിലായിരിക്കും. എന്നാൽ സതേൺ ഹെമിസ്ഫിയറിലുള്ള ഒരു സൈക്ലൺ ആണെങ്കിൽ അത് ക്ലോക്ക് വൈസിലായിരിക്കും അതിൻ്റെ ഡയറക്ഷൻ വരിക. അപ്പോൾ നമുക്കൊന്ന് നോക്കി നോക്കാം. എൻ്റെ ചിത്രം അത്രത്തോളം അടിപൊളി ഒരു ചിത്രമൊന്നുമല്ല, എങ്കിലും നമുക്കൊന്ന് നോക്കി നോക്കാം. ഇപ്പോൾ ഞാൻ ഇവിടെ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഒരു ലോ പ്രഷർ ഫോം ചെയ്തു, അതിൻ്റെ സറൗണ്ടിങ് റീജിയനിൽ ഒരു ഹൈ പ്രഷർ ഏരിയകൾ വന്നു. ഇപ്പം ഞാൻ പറഞ്ഞു നോർത്തേൺ ഹെമിസ്ഫിയറിലാണെങ്കിൽ ആൻറ്റി ക്ലോക്കിൽ, അതായത് ക്ലോക്ക് തിരിയുന്ന ഡയറക്ഷൻ, നിങ്ങൾ ക്ലോക്ക് തിരിയുന്ന ഡയറക്ഷൻ കണ്ടിട്ടില്ലേ? അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. അപ്പോൾ ക്ലോക്ക് തിരിയുന്ന ഡയറക്ഷൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഇങ്ങനെയായിരിക്കും എന്ത് ചെയ്യുക? വിൻഡ് ഇവിടെ ബ്ലോ ചെയ്യുക. മനസ്സിലായോ? ക്ലോക്ക് തിരിയുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. എന്നാൽ സതേൺ ഹെമിസ്ഫിയറിലാണെങ്കിൽ അത് ക്ലോക്ക് വൈസിലാണ്. സതേൺ ഹെമിസ്ഫിയറിൽ ഇവിടെ ഒരു ലോ പ്രഷർ ഫോം ചെയ്യുന്നു, അതിൻ്റെ സറൗണ്ടിങ് റീജിയനിൽ ഹൈ പ്രഷർ ഫോം ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എങ്ങനെയാണ്? ക്ലോക്ക് തിരിയുന്ന ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ബ്ലോ ചെയ്യുക. ഇതും ഒരു പ്രത്യേകതയാണ്. നോർത്തേൺ ഹെമിസ്ഫിയറിൽ ആൻറ്റി ക്ലോക്ക് വൈസിലും സതേൺ ഹെമിസ്ഫിയറിൽ ക്ലോക്ക് വൈസിലുമാണ് ബ്ലോ ചെയ്യാറുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയ സ്ഥിതിക്ക് നമുക്ക് ഈ ഭാഗങ്ങളൊന്ന് വായിച്ചു നോക്കിയാലോ. ഓക്കെ, സൈക്ലൺസ് ആർ low pressure systems towards which winds whirl from the surroundings.
സൈക്ലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ലോ പ്രഷർ സിസ്റ്റമാണ്. ഒരു പ്രദേശത്ത് ഒരു സ്ഥലത്ത് ലോ പ്രഷർ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗത്തേക്ക് വിൻഡ്സ് വേൾ ഫ്രം സറൗണ്ടിങ്, അതിൻ്റെ ചുറ്റുമുള്ള ഭാഗത്ത് നിന്ന് കാറ്റുകൾ വേൾ ചെയ്ത് ചുഴറ്റി വീശുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കാറുള്ളത്? സൈക്ലൻസ് എന്ന് വിളിക്കാറുള്ളത്. വേൾ എന്ന് പറയുന്ന വാക്കിന് ഇമ്പോർട്ടൻ്റ് ഉണ്ട്, ലോ പ്രഷർ എന്ന് പറയുന്ന വാക്കിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. മനസ്സിലായോ? അതുകൊണ്ടാണ് നിങ്ങൾ ലോ പ്രഷറിന് നമ്മൾ മലയാളത്തിൽ ന്യൂനമർദ്ദം എന്നാണ് പറയാറുള്ളത്. പലപ്പോഴും നമ്മൾ വാർത്തകളിൽ കാണാറുണ്ട് അല്ലെങ്കിൽ കേൾക്കാറുണ്ട്, എന്താണ്, അറബിക്കടലിൽ അല്ലെങ്കിൽ ബേ ഓഫ് ബംഗാളിൽ, ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദ രൂപം കൊണ്ടിരിക്കുന്നു, മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം, കടൽ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണം എന്നൊക്കെ. ഈ ന്യൂനമർദ്ദം വന്നു കഴിഞ്ഞാൽ എന്താണ് അവിടെ? ന്യൂനമർദ്ദം വന്നാൽ ചിലപ്പോൾ അത് അതിൻ്റെ സറൗണ്ടിങ് ഏരിയയിൽ നിന്ന് ചുഴറ്റി കാറ്റുകൾ വന്നിട്ട് ആ കാറ്റുകൾ വലിയ അപകടങ്ങളിലേക്ക് എത്തിക്കാം. ആ കാറ്റുകൾ പ്രത്യേകിച്ച് കടലിലായതുകൊണ്ട് തന്നെ ഫ്രിക്ഷൻ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് കാറ്റ് ചിലപ്പോൾ കരയിലേക്ക് കയറി വരാം. അപ്പോൾ കരയിലുള്ളവർക്ക് അത് ബാധിക്കാം. അത് എന്ത് ചെയ്യാം? കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികളെ ബാധിക്കാം. അപ്പോൾ ഇത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇതിൻ്റെ ഇൻറ്റൻസിറ്റി എത്ര ഉണ്ടാകുമെന്നോ അത് എങ്ങനെ ഫോം ചെയ്തിട്ട് അത് എവിടേക്ക് പോകുമെന്നോ ഡയറക്ഷനൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ഇവിടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കാര്യങ്ങൾ, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ്. ഓക്കെ, even if the cyclones developed over the tropical region are comparatively lesser in diameter, they are devastative than temperate cyclones. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 സ്ഥലങ്ങളിലും സൈക്ലൻസ് ഉണ്ടാവാം. ട്രോപ്പിക്കൽ സൈക്ലൻസും ഉണ്ട്, ടെമ്പറേറ്റ് സൈക്ലൻസും ഉണ്ട്. ട്രോപ്പിക്കൽ റീജിയനിലുള്ള സൈക്ലൻസ് ആണെങ്കിൽ അവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? അതിൻ്റെ ഡയമീറ്റർ ലെസറാണ്, എന്നാൽ അത് ഡിവാസ്റ്റേറ്റീവ് ആണ്. അതായത് അതിൻ്റെ വലുപ്പം എന്ന് പറയുന്നത് അത് ചെറുതായിരിക്കും, പക്ഷെ അത് ഉണ്ടാക്കുന്ന നാശനഷ്ടങ്ങൾ എന്ന് പറയുന്നത് അതിന് വളരെ പവറായിരിക്കും, ഇൻറ്റൻസിറ്റി വളരെ കൂടുതലായിരിക്കും. എന്നാൽ ടെമ്പറേറ്റ് സൈക്കിൾ ആണെങ്കിലോ, ടെമ്പറേറ്റ് സൈക്കിളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഡയാമീറ്റർ വലുതായിരിക്കും, അത് വലിയ രീതിയിലായിരിക്കും അത് ഫോം ചെയ്തിട്ടുണ്ടായിരിക്കുക. പക്ഷെ അതിന് എന്ത് കുറവാണ്? അതിന് ഡിവാസ്റ്റേറ്റീവ്, അതിൻ്റെ ശക്തി, അത് വളരെ നശിപ്പിക്കാനുള്ള ശക്തി അതിന് കുറവാണ്. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ 2 ഏരിയകളിൽ ഉണ്ടാകുന്ന സൈക്ലൻസ് തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, ട്രോപ്പിക്കൽ സൈക്ലൻസ് ഒറിജിനേറ്റ് ഓവർ ട്രോപ്പിക്കൽ ഓഷ്യൻ. സാധാരണ ഈ ട്രോപ്പിക്കൽ സൈക്ലൻസ് ഉണ്ടാവാറുള്ളത് ട്രോപ്പിക്കൽ ഓഷ്യൻസിൻ്റെ മേലെയാണ്. അതായത് ട്രോപ്പിക്കൽ ഓഷ്യൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രോപ്പിക്കൽ റീജിയനിലുള്ള സമുദ്രങ്ങളുടെ മേലെയാണ് സാധാരണ രീതിയിൽ ഉണ്ടാവാറുള്ളത്. The tropical cyclones moving in northwest direction over the oceans get dissipated on hitting the lands. സാധാരണ ഈ പറയുന്ന ട്രോപ്പിക്കൽ സൈക്ലോൺസ് എന്ന് പറയുന്നത് അത് വെസ്റ്റ് ഡയറക്ഷനിലോട്ടേക്ക് മൂവ് ചെയ്യുകയും അത് ലാൻഡിലേക്ക് എത്തുന്നതോടുകൂടി, ലാൻഡിലേക്ക് ഹിറ്റ് ചെയ്യുന്നു, ലാൻഡിലേക്ക് ലാൻഡ് തൊടുന്നതോട് കൂടിയിട്ട് അത് ഗെറ്റ് ഡിസിപ്പേറ്റഡ്, അത് വളരെയധികം ശക്തിയിൽ അവിടെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള ഒരു വിൻഡാണ് എന്നാണ് പറയുന്നത്. അതെന്താണെന്ന് പലർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. ഞാനൊരു ഉദാഹരണം വഴി പറഞ്ഞുതരാം. നമുക്ക് 2 ഓഷ്യൻ ആണല്ലോ ഉള്ളത്. നമുക്ക് 2 പ്രധാനപ്പെട്ട കടലുകളാണല്ലോ നമുക്കുള്ളത്, അല്ലേ? നമുക്ക് അറേബ്യൻ സീ ഉണ്ട്. ഇന്ത്യയുടെ ഒരു ഭാഗം വരയ്ക്കുകയാണെങ്കിൽ, നമുക്ക് ഇന്ത്യയെ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഈ സൈഡിലായിട്ട് നമുക്ക് ആരുണ്ട്? അറേബ്യൻ സീ ഉണ്ട്. ഇവിടെ നമുക്ക് ആരുണ്ട്? ബേ ഓഫ് ബംഗാൾ ഉണ്ട്. ബേ ഓഫ് ബംഗാൾ. ഓക്കെ, നമ്മൾ എവിടെയാണ്? ട്രോപ്പിക്കൽ റീജിയൻ ആയിട്ടുള്ള ഒരു രാജ്യമല്ലേ നമുക്ക് ഇതിൻ്റെ മേലെ നമുക്ക് എന്തുണ്ടാവാം? വിൻഡുകൾ ഉണ്ടാവാം. നമുക്ക് പലപ്പോഴും ഈ അറേബ്യൻ സീയിൽ ഉണ്ടാകുന്ന വിൻഡുകളല്ല, നമുക്ക് ബേ ഓഫ് ബംഗാളിൽ ഉണ്ടാകുന്ന വിൻഡുകളാണ് നമുക്ക് പലപ്പോഴും എന്നല്ല മിക്കപ്പോഴും ഈ ബേ ഓഫ് ബംഗാളിൽ ഈ ലോ പ്രഷർ ഉണ്ടാകുന്ന സൈക്ലൻസ് ആണ് നമുക്ക് എപ്പോഴും ഡേഞ്ചറസ്, നമുക്ക് എപ്പോഴും പേടി. അറേബ്യൻ സീയിൽ ഉണ്ടാകുന്ന ഇന്ത്യയെ സംബന്ധിച്ച് കേട്ടോ, അറേബ്യൻ സീയിൽ ഉണ്ടാകുന്ന സൈക്ലൻസ് നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈക്ലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓഷ്യനിൽ ഉണ്ടായിട്ട്, ഇപ്പോൾ ഓഷ്യൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ട് ഇവിടെ സൈക്ലൻ ഉണ്ടായി എന്ന് വിചാരിക്കൂ. അത് ചുഴറ്റിയിട്ട് അത് വെസ്റ്റ് ഭാഗത്തോട്ടേക്കാണ് സഞ്ചരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ നോക്കി നോക്കാം. ബേ ഓഫ് ബംഗാളിൽ ഒരു സൈക്ലൻ ഉണ്ടായി എന്ന് വിചാരിച്ചോ. ബേ ഓഫ് ബംഗാളിൽ ഒരു സൈക്ലൻ ഉണ്ടായി. ഈ ബേ ഓഫ് ബംഗാളിൽ ഉണ്ടായ സൈക്ലൻ അത് എങ്ങോട്ട്? അതിൻ്റെ വെസ്റ്റിലേക്ക്. വെസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയില്ലേ, ഇത് ഈസ്റ്റ്, ഇത് വെസ്റ്റ്, ഇത് നോർത്ത്, ഇത് സൗത്ത്, അല്ലേ? അപ്പോൾ വെസ്റ്റ് ഈ ഭാഗത്തോട്ടേക്ക്, വെസ്റ്റിലോട്ടേക്കാണ് അത് ഇവിടെ ഉണ്ടായ ഒരു സൈക്ലൻ കയറുക. അപ്പോൾ ഇവിടെ ഉണ്ടായ സൈക്ലൻ വെസ്റ്റിലോട്ടേക്ക് കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ സൈക്ലൻ കയറി കഴിഞ്ഞാൽ പിന്നെ ഇത് ഹിറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യയുടെ ലാൻഡിലാണ്. നമ്മുടെ ഒഡീഷ, അതുപോലെ തന്നെ ബംഗാൾ, ബീഹാർ,
നമ്മുടെ തമിഴ്നാടു, ആന്ധ്രാപ്രദേശ്, തെലുങ്കാന ഇങ്ങനെയുള്ള ഈ കോറമാൻഡൽ ഏരിയയിലോട്ടേക്കാണ്, അല്ലെങ്കിൽ നമ്മുടെ ഈ ബേ ഓഫ് ബംഗാളിൻ്റെ ഈ തീരത്തുള്ള ഈ കോസ്റ്റൽ ഏരിയയിലോട്ടേക്കാണ് കയറുക, ലാൻഡിലോട്ടേക്കാണ് കയറുക. ഇത് ലാൻഡിലോട്ടേക്ക് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ ഈ കടൽ തീരത്ത് താമസിക്കുന്ന ആളുകളുണ്ട് അല്ലേ, അവരുടെ വീടുകളുണ്ട്, അവരുടെ കെട്ടിടങ്ങളുണ്ട്, അവരുടെ വരുമാന മാർഗ്ഗങ്ങളുണ്ട്. ഇത് ലാൻഡിലേക്ക് വരികയും ഇത് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ ഉണ്ടാക്കാം. ഇപ്പോൾ ഓക്കി ചുഴലിക്കാറ്റ്, ഓക്കി നമ്മുടെ തിരുവനന്തപുരം ഭാഗത്തുള്ള ആളുകളെ വരെ ബാധിച്ചിട്ടുണ്ടായിരുന്നു. പ്രധാനമായിട്ടും ഈ തമിഴ്നാട്, ഒഡീഷ ഭാഗത്താണ്. ഒഡീഷ മെയിൻലി എപ്പോഴും ഈ ബേ ഓഫ് ബംഗാളിലൊരു സൈക്ലോൺ ഉണ്ടായിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഒഡീഷയിലാണ്. എനിവേ, ഈ ഭാഗങ്ങളിലാണ് അത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ നാശനഷ്ടങ്ങൾ, മരണങ്ങൾ വരെ സംഭവിക്കുന്നത് ഇവിടെയാണ്. എന്നാൽ അറേബ്യൻ സീയിൽ ഒരു ബേ ഓഫ് ബംഗാൾ ഉണ്ടാക്കിയത് ഈ പ്രശ്നമില്ല. കാര്യം അറേബ്യൻ സീയിൽ ഒരു ഇതുണ്ടായി, ഒരു സൈക്ലോൺ ഉണ്ടായാൽ എങ്ങോട്ടൊക്കെ പോവുക? വെസ്റ്റിലോട്ടേക്കാണ് അത് മൂവ് ചെയ്യുക അല്ലേ, അത് വെസ്റ്റിലോട്ടേക്കാണ് മൂവ് ചെയ്യുക, ഇങ്ങോട്ടേക്കാണ് പോവുക. അപ്പോൾ നമ്മുടെ ഭാഗം അറേബ്യൻ സീയുടെ ഈസ്റ്റ് സൈഡാണ് നമ്മളുടെ ഭാഗത്തേക്കല്ല അറേബ്യൻ സീയിൽ ഒരു സൈക്ലോൺ ഉണ്ടായാൽ വരിക. അതുകൊണ്ട് തന്നെ നമ്മൾ അറേബ്യൻ സീയിലും സൈക്ലോൺ ഉണ്ടാവുന്നുണ്ട്, അത് നമ്മൾ സേഫാണ്. കാര്യം എന്താ? നമ്മുടെ അറേബ്യൻ സീയുടെ ഈസ്റ്റ് സൈഡിലാണ് നമ്മുടെ രാജ്യം, നമ്മുടെ ലാൻഡ് ഏരിയ കിടക്കുന്നത്. ഈ ഭാഗത്തോട്ടേക്കാണ്, അതായത് വെസ്റ്റ് സൈഡിലോട്ടേക്കാണ് ഇവിടുന്ന് പോവുക. ഇവിടുന്ന് വെസ്റ്റിലേക്ക്, ബേ ഓഫ് ബംഗാളിലുണ്ടായ വെസ്റ്റിൽ നിന്ന് ലാൻഡിലോട്ടേക്ക് വരുമ്പോഴാണ്, അല്ലെങ്കിൽ മൂവ് ചെയ്യുമ്പോഴാണ്, വെസ്റ്റിലോട്ടേക്ക് മൂവ് ചെയ്യുമ്പോൾ ലാൻഡ് അതിൽ ഉൾപ്പെടുന്നത്. നമ്മുടെ അറേബ്യൻ സീയിലുണ്ടാകുമ്പോൾ അത് അതിൻ്റെ വെസ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ലാൻഡിലേക്കല്ല, നമ്മുടെ ഭാഗത്തേക്കല്ല വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ബേ ഓഫ് ബംഗാളിൻ്റെ ഭാഗത്തുണ്ടാകുന്ന വിൻഡുകളാണ്, സൈക്ലൻസാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുക എന്ന് നമ്മൾ പറയാറുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇവിടുന്ന് എന്താണ്, നോർത്ത് വെസ്റ്റ് ഡിറക്ഷനിലാണ് എന്ത് ചെയ്യാറുള്ളത്, ഈ പറയുന്ന സൈക്ലോൺസ് മൂവ് ചെയ്യാറുള്ളത്. അത് ലാൻഡിലേക്ക് ലാൻഡിൽ ഹിറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? അത് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഡിഫറെൻറ്റ് temperature conditions prevailing on land and also the friction causes the dissipation of cyclones on entering land. ഈ ഡിസിപ്പേറ്റഡ് ആവുമെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് വളരെ ശക്തിയിൽ അത് വന്ന് ഇടിക്കാന്നല്ലേ പറഞ്ഞത്. ഡിസിപ്പേറ്റഡ് ആവുക എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഞാനത് പറയുന്നുണ്ട്, ഈ ഡിവാസ്റ്റേറ്റീവ് എന്ന് പറഞ്ഞ വാക്ക് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ കുറഞ്ഞതാണ്. ഡിസിപ്പേറ്റഡ് ബേസിക്കലി ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒരു ശക്തി കുറയുക, അല്ലെങ്കിൽ അത് കുറച്ചും കൂടെ ഒരു നിർവീര്യമായി പോവുക എന്നുള്ള ഒരു അർത്ഥത്തിലാണ് ഈ പറയുന്ന ഡിസിപ്പേറ്റഡ് എന്ന് പറയുന്ന വാക്ക് നിങ്ങൾ എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന സൈക്ലോൺസ് കടലിൽ വളരെ ശക്തിയിലായിരിക്കും, അത് ലാൻഡ് ഹിറ്റ് ചെയ്യുന്നതോടുകൂടിയിട്ട് അതിൻ്റെ ഒരു ശക്തി കുറയും. ലാൻഡിൽ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ശക്തി കുറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അർത്ഥമാക്കുന്നത് എന്താണ്? ഈ കടലിനകത്ത് ഫ്രിക്ഷൻ വളരെ കുറവാകുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൻ്റെ സ്പീഡ് വളരെ കൂടുതലായിരിക്കും, അതിൻ്റെ തടസ്സങ്ങൾ വളരെ കുറവാണ്, അതിൻ്റെ ഫ്ലോയിനെ ബാധിക്കുന്ന തടസ്സങ്ങൾ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അതെന്താണ്, അതിന് ശക്തി വളരെ കൂടുതലായിരിക്കും. എന്നാൽ കടലിലേക്ക് വരുമ്പോൾ അതെന്താണ്, അതിങ്ങനെ ചിതറിപ്പോവും. ഈ ഡിസിപ്പേറ്റഡ് ആയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചിതറിപ്പോവും. കാര്യം അതിൻ്റെ ഇവിടെ പല തരത്തിലുള്ള ഫ്രിക്ഷൻ ലാൻഡിനകത്ത് വളരെയധികം ഫ്രിക്ഷനുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സൈക്ലോൺ പല മരങ്ങൾ തട്ടിയിട്ടും നമ്മുടെ ബിൽഡിങ്ങുകൾ തട്ടിയിട്ടൊക്കെ അത് ഡിസിപ്പേറ്റഡ്, അതിങ്ങനെ ചിതറി പോവുക എന്നുള്ള ഒരു രൂപത്തിലാണ് അത് എത്തുന്നത്. അപ്പോൾ ഡിസിപ്പേറ്റഡ് ആയി പോവുക, ലാൻഡിലേക്ക് എത്തുമ്പോൾ അവിടെ ലാൻഡിൽ എന്തുണ്ട്, ഫ്രിക്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് അത് ഡിസിപ്പേറ്റഡ് ആയി പോകുന്നത്. ദ ട്രോപ്പിക്കൽ സൈക്ലോൺസ് cause intense rainfall and strong whirl winds along the coast. ഈ ട്രോപ്പിക്കൽ സൈക്ലോൺസ് ആണ് ബേസിക്കലി ഈ പറയുന്ന ചുഴറ്റി വേൾ ചെയ്ത് വരുന്ന വിൻഡുകൾ, ചുഴറ്റി വരുന്ന കാറ്റുകളാകുന്നതും. അതുമാത്രമല്ല ട്രോപ്പിക്കൽ സൈക്ലോൺസിനും വേറൊരു പ്രത്യേകത ഉണ്ട്. ട്രോപ്പിക്കൽ സൈക്ലോൺസ് എന്ന് പറയുന്നത് ഇൻറ്റൻസ് ആയിട്ടുള്ള റെയിൻഫോൾ, വളരെ ശക്തിയുള്ള മഴ കൂടി ഈ കാറ്റിൻ്റെ കൂടെ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ഈ സൈക്ലോൺസിൻ്റെ കൂടെ ട്രോപ്പിക്കൽ സൈക്ലോൺസ് ആണെങ്കിൽ അത് വളരെ ശക്തിയുള്ള ഒരു മഴ കൂടി എന്ത് ചെയ്യാറുണ്ട്, ഈ ട്രോപ്പിക്കൽ സൈക്ലോൺസ് കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ട്രോപ്പിക്കൽ സൈക്ലോൺസിൻ്റെ പ്രത്യേകത നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ലെസർ ഇൻ ഡയാമീറ്റർ ബട്ട് ഡിവാസ്റ്റേറ്റീവ് അല്ലേ. പിന്നെന്താണ്? വേൾ വിൻസ് ആണ്. പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്? അത് നോർത്ത് വെസ്റ്റ് ഡിറക്ഷനിലേക്കാണ് മൂവ് ചെയ്യാറുള്ളത്. ഇൻറ്റൻസ് റെയിൻഫോൾ കൂടെ ആര് കൊണ്ടുവരാറുണ്ട്? ട്രോപ്പിക്കൽ സൈക്ലോൺസ് കൊണ്ടുവരാറുണ്ട്. ഓക്കെ, ഇനി ഈ ട്രോപ്പിക്കൽ സൈക്ലോൺസിന് വേറെ പേരുകളിലാണ് പല സ്ഥലത്തും അറിയപ്പെടുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ നമ്മളിപ്പോൾ ഓക്കി എന്ന് വിളിച്ചു അല്ലേ. ഓക്കി ചുഴലിക്കാറ്റ് നമുക്ക് 2017 സമയത്ത് നമ്മൾക്ക് വീശിയ ഒരു 17, 18, 19 ഇതിലേതോ ഒരു വർഷത്തിൽ വീശിയ ഒരു പ്രധാനപ്പെട്ട ഒരു ചുഴലിക്കാറ്റായിരുന്നു. നമ്മൾ ഇപ്പോൾ ഈ ബേ ഓഫ് ബംഗാളിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്ന ഈ പറയുന്ന ചുഴലിക്കാറ്റുകൾ അല്ലെങ്കിൽ ഈ സൈക്ലോൺസിനെ നമ്മളിപ്പോൾ ഓക്കി എന്ന് വിളിച്ചു. അതുപോലെ തന്നെ നമുക്ക് ജവാദ് എന്ന് പറയുന്ന ഒരു ചുഴലിക്കാറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അഫാൻ എന്നൊക്കെ പറയുന്ന അംഫാൻ എന്ന് പറയുന്ന ഒരു ചുഴലിക്കാറ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ പേരുകൾ ബേസിക്കലി
ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റുമായി ചേർന്ന് കിടക്കുന്ന രാജ്യങ്ങൾ, അതായത് ഇന്ത്യ, മാൽദീവ്സ്, പിന്നെ അറേബ്യൻ രാഷ്ട്രങ്ങളായിട്ടുള്ള നമ്മുടെ ഈ ഒമാൻ, ഖത്തർ, ഇങ്ങനെയുള്ള രാജ്യങ്ങൾ, അതുപോലെ തന്നെ നമ്മൾ ബംഗ്ലാദേശ്, ഇങ്ങനെയുള്ള കുറേ രാജ്യങ്ങൾ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റുമായി ചേർന്ന് കിടക്കുന്ന രാജ്യങ്ങളാണ്. അവർ ഓൾറെഡി ഓരോ രാജ്യങ്ങൾക്കും ചാൻസ് ഉണ്ട് പേര് നൽകാനുള്ള. അപ്പോൾ ഒരു ലിസ്റ്റ് ഓഫ് പേരുകൾ ഓൾറെഡി തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇനി ബേ ഓഫ് ബംഗാളിൽ ഒരു കാറ്റ് വന്നു കഴിഞ്ഞാൽ, ഒരു ചുഴലിക്കാറ്റ് അല്ലെങ്കിൽ അറബിക്കടലിൽ ഒരു ചുഴലിക്കാറ്റ് വന്നു കഴിഞ്ഞാൽ അടുത്തത് ഏതാണോ ഈ ലിസ്റ്റ് പ്രകാരം വരുന്നത് അതായിരിക്കും. അപ്പോൾ ഓരോ രാജ്യവും ഓരോരോ പേരുകൾ സജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഇപ്പോൾ ഹോക്കി എന്ന് പറയുന്നത് ബംഗ്ലാദേശാണ് ആ പേര് ഉണ്ടാക്കില്ല. അത് ബംഗ്ലാദേശ് പേര് വെച്ചിട്ട് കൊടുക്കുന്നതല്ല. ഓൾറെഡി നമ്മളിപ്പോൾ ഇന്ത്യയും എല്ലാ രാജ്യങ്ങളും ഓൾറെഡി പേരുകൾ ഇനി വരുന്ന കാറ്റുകൾക്ക് മുൻകൂട്ടി പേരുകൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഓരോ കാറ്റ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു ചുഴലിക്കാറ്റ് വന്നാൽ അപ്പോൾ ആരുടെ പേരാണോ ആ ലിസ്റ്റിൽ പ്രകാരം അപ്പോൾ നിൽക്കുന്നത് ആ പേര് അതിന് കൊടുക്കും. ഇനി വേറൊരു കാറ്റ് വന്നാൽ അതിന് നെക്സ്റ്റ് ആരുടെ പേരാണോ സജസ്റ്റ് ചെയ്ത് കിടക്കുന്നത് അങ്ങനെ വരും. അങ്ങനെ പേരുകൾ അങ്ങനെയാണ് വരാറുള്ളത് എന്നാണ് പറയാറുള്ളത്. എന്നാൽ ലോകത്തിൻ്റെ വിവിധ ഭാഗത്ത് ഈ സൈക്ലൻസിനെ വേറെ പേരുകളിലാണ് നമ്മൾ വിളിക്കാറുള്ളത്. ഈ ട്രോപ്പിക്കൽ സൈക്ലൻസിനെ നമ്മൾ വേറെ ലോകത്തിന്, നമ്മൾ ഇന്ത്യയിലാണ്, ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലൊക്കെയാണ് ഇങ്ങനെ ഓരോ പേരുകൾ നമ്മൾ ഇട്ട് വിളിക്കുന്നത്. പൊതുവേ ഈ സൈക്ലൻസിൻ്റെ മറ്റു പേരുകളുണ്ട്. സൈക്ലൻസിൻ്റെ മറ്റു പേരുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ദേ ആർ നോൺ ബൈ ഡിഫറെൻറ്റ് നെയിംസ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ വേൾഡ്, സച്ച് ആസ് ഹാരിക്കെയിൻസ്. ഹാരിക്കെയിൻസ് എന്ന് പറഞ്ഞാൽ USA ഈ ഒരു ടൈപ്പ് ഓഫ് സൈക്ലൻസിനെ വിളിക്കുന്ന പേരാണ് ഹാരിക്കെയിൻസ്. ടൈഫൂൺസ് എന്ന് പറയുന്നത് ചൈനയിലും അതുപോലെ തന്നെ മെയിൻലി ജപ്പാൻ, ചൈന ഭാഗങ്ങളിലൊക്കെ കാണപ്പെടുന്ന സൈക്ലൻസിനെയാണ് നമ്മൾ മെയിൻലി ടൈഫൂൺസ് എന്ന് വിളിക്കാറുള്ളത്. പിന്നെ വില്ലി വില്ലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്ട്രേലിയയുടെ ഭാഗത്തൊക്കെ വീശുന്ന സൈക്ലൻസിനെ വിളിക്കുന്ന പേരാണ് വില്ലി വില്ലീസ്. പിന്നെ ടൊർണാഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ USA തന്നെയുള്ള മറ്റൊരു കൈൻഡ് ഓഫ് ഈ പറയുന്ന നമ്മുടെ സൈക്ലൻസാണ്. അപ്പോൾ സൈക്ലൻസിന് ലോകത്ത് വിവിധ പേരുകളുണ്ട്. ഹാരിക്കെയിൻസ് USA, ടൈഫൂൺസ് നമ്മുടെ ജപ്പാൻ, ചൈനീസ് ഭാഗങ്ങളിൽ, വില്ലീസ് ഓസ്ട്രേലിയ, അതുപോലെ തന്നെ ടൊർണാഡോസ് USA ടൊർണാഡോ എന്നൊക്കെയാണ് നമ്മൾ വിളിക്കാറുള്ളത്. ഇവിടെയും ചില പേരുകൾ സൈക്ലൻസിന് ഇടാറുണ്ട്. അപ്പോൾ അമേരിക്കയിലാണെങ്കിൽ കത്രീന എന്നൊക്കെ പറയുന്ന പേരുകളൊക്കെ അത് ഇതുപോലെ തന്നെ ഓൾറെഡി അമേരിക്കയിലൊക്കെ സിസ്റ്റം എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആണിൻ്റെ പേര് ഒരു സൈക്ലിനിടും, അടുത്തത് ഒരു പെണ്ണിൻ്റെ പേരിടും, പിന്നെ അടുത്തൊരു ആണിൻ്റെ പേരിടും, പിന്നെ ഒരു പെണ്ണിൻ്റെ പേരിടും. ഇങ്ങനെ ഒരു പുരുഷൻ്റെ പേര് പിന്നെ ഒരു സ്ത്രീയുടെ പേര് അങ്ങനെയാണ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓൾറെഡി നമ്മൾ പേരുകൾ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. ഇതിനെ നോമൻ കാൽച്ചർ ഓഫ് സൈക്ലൻസ് എന്നൊക്കെ നമ്മൾ വിളിക്കും. സൈക്ലൻസിൻ്റെ പേരിടുന്ന രീതി എന്നുള്ള രൂപത്തിൽ നമ്മൾ വിളിക്കാറുണ്ട്. എനിവേ, ഇതാണ് ട്രോപ്പിക്കൽ സൈക്ലൻസ് ആണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊന്ന്. ഇനി ടെമ്പറേറ്റ് സൈക്ലൻസിനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ടെമ്പറേറ്റ് സൈക്ലൻസിൻ്റെ പ്രത്യേകത എന്താണ്? ആർ ഫോംഡ് ഇൻ ടെമ്പറേറ്റ് റീജിയൻസിലാണ് അത് ഫോം ചെയ്യുന്നത് അല്ലേ. അതായത് നമ്മുടെ 30 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്സിനും 66.5 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്സിനും, നോർത്തിലും സൗത്തിലും 2 ഹെമിസ്ഫിയറിലുള്ള ഈ ലാറ്റിറ്റ്യൂഡ്സിന് ഇടയിൽ വരുന്നതാണ് ടെമ്പറേറ്റ് സൈക്ലൻസ് എന്ന് പറയുന്നത്. വേർ വാം ആൻഡ് കോൾഡ് എയർ മാസസ് മീറ്റ്. ഇനി ഈ ടെമ്പറേറ്റ് സൈക്ലൻസ് എവിടെയാണ് ഉണ്ടാവാറുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്ക് 2 ടൈപ്പുള്ള എയറുകളാണുള്ളത്. ഒന്ന് കോൾഡ് എയർ, ഈ കോൾഡ് എയർ ഉണ്ട്. പിന്നെ നമുക്കുള്ളത് വാം എയർ ആണ്. ഈ കോൾഡ് എയറും വാം എയറും കൂടെ മീറ്റ് ചെയ്യുന്ന സ്ഥലത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്രണ്ട് എന്നാണ് വിളിക്കുക, ഫ്രണ്ടൽ റീജിയൻസ്. ഇങ്ങനെ കോൾഡ് എയറും വാം എയറും കൂടെ മീറ്റ് ചെയ്യുന്ന സ്ഥലത്ത് അഥവാ ഫ്രണ്ടൽ റീജിയൻസിലാണ് പൊതുവേ നമ്മുടെ ടെമ്പറേറ്റ് സൈക്ലൻസ് ഉണ്ടാവാറുള്ളത്. ഓക്കെ, ടെമ്പറേറ്റ് സൈക്ലൻസ് എവിടെയാണ് ഉണ്ടാവാറെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രണ്ടൽ റീജിയൻസിലാണ്. എന്താണ് ഫ്രണ്ടൽ റീജിയൻസ്? കോൾഡ് എയറും വാം എയറും കൂടെ മീറ്റ് ചെയ്യുന്ന സ്ഥലത്തെ വിളിക്കുന്ന പേരാണ് ഫ്രണ്ട് എന്ന് വിളിക്കുക. ഈ ഫ്രണ്ടൽ റീജിയൻസിലാണ് പൊതുവേ ആരുണ്ടാവാറുള്ളത്? ടെമ്പറേറ്റ് സൈക്ലൻസ്, അതായത് ടെമ്പറേറ്റ് റീജിയൻസിൽ ഉണ്ടാകുന്ന സൈക്ലൻസ് ഉണ്ടാവാറുള്ളത്. ട്രോപ്പിക്കൽ സൈക്ലൻസ് അങ്ങനെ ഒന്നുമല്ല. ട്രോപ്പിക്കൽ സൈക്ലൻസ് അങ്ങനെയല്ല ഫോം ചെയ്യുന്നത്. എന്നാൽ ഈ നമ്മുടെ ടെമ്പറേറ്റ് സൈക്ലൻസ് എവിടെയാണ് ഫോം ചെയ്യാറുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രണ്ടൽ റീജിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന കോൾഡ് എയറും വാം എയറും കൂടെ മീറ്റ് ചെയ്യുന്ന സ്ഥലത്തെ വിളിക്കുന്ന പേരാണ് ഫ്രണ്ടൽ റീജിയൻ. ഈ ഫ്രണ്ടൽ ഏരിയയിലാണ് ഇത് ഉണ്ടാവാറുള്ളത്. ഈവൻ ഇഫ് ദ ടെമ്പറേറ്റ് സൈക്ലൻസ് ആർ ലാർജർ ഇൻ ഡയാമീറ്റർ ദേ ആർ ലെസ് ഡെവാസ്റ്റേറ്റീവ്. അതാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. ഈ ടെമ്പറേറ്റ് സൈക്ലൻസ് എന്ന് പറയുന്നത് അതിൻ്റെ വലുപ്പം വളരെ കൂടുതലാണെങ്കിലും അതിൻ്റെ ഒരു വലുപ്പം അതിൻ്റെ വലുപ്പം എന്ന് പറയുന്നത് അതിൻ്റെ ലാർജർ ഇൻ ഡയാമീറ്റർ ആണെങ്കിലും ലെസ് ഡിവാസ്റ്റേറ്റീവ് ആണ്. വളരെ വിനാശകാരിയല്ല, വളരെ ഡേഞ്ചറസ് അല്ല.
നമ്മുടെ ആൾക്കാരാണ്, നമ്മുടെ ട്രോപ്പിക്കൽ റീജിയൻസിലെ ആൾക്കാർ വലുപ്പം ലെസ് ഡയാമീറ്റർ ആണ്, ഡിവാസ്റ്റേറ്റീവ് ആണ്. ഇവിടെ എന്താണ് ലാർജർ ഡയാമീറ്റർ ആണ്, പക്ഷേ അതിൻ്റെ വ്യാപ്തി വളരെ കൂടുതലാണ്, പക്ഷേ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാറില്ല. മറ്റാൾ വ്യാപ്തി കുറവാണ്, പക്ഷേ വലിയ അധികം. ഈ വ്യാപ്തി കുറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഡയാമീറ്റർ കുറയാന്ന് പറയുമ്പോൾ അതിന് വളരെ സ്പീഡിൽ സഞ്ചരിക്കാൻ പറ്റുന്നു. അതുകൊണ്ടാണ് അത് അത്രത്തോളം ഡിവാസ്റ്റേറ്റ് ആവുന്നത്. വലിപ്പം കൂടുമ്പോൾ അതിന് വലിയ അളവിൽ അത് വലിയ ദൂരത്തേക്ക് അത് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. അൺലൈക്ക് ദ ട്രോപ്പിക്കൽ സൈക്ലോൺസ്, ദീസ് ലോ പ്രഷർ സിസ്റ്റംസ് ക്യാൻ മൂവ് ഓവർ ലാൻഡ് ഓൾസോ. ഈ പറയുന്ന കടലിലുണ്ടാകുന്ന ഈ പറയുന്ന ട്രോപ്പിക്കൽ സൈക്ലൻസ് പോലെ തന്നെ ഇവിടെ ഉണ്ടാകുന്ന നമ്മുടെ ടെമ്പറേറ്റ് സൈക്ലൻസിനും അത്തരം സൈക്ലൻസിനും അതിന് എന്ത് ചെയ്യാൻ പറ്റാറില്ല. ആ ലോ പ്രഷർ സിസ്റ്റത്തിനെയാണ് നമ്മൾ ബേസിക്കലി ഈ പറഞ്ഞ സൈക്ലൻസ് എന്ന് വിളിക്കുന്നത്. ലോ പ്രഷറിനും അതിന് ചുറ്റിലുമുള്ള ഏരിയകൾ ഉണ്ടാകുന്നു എന്നതുകൊണ്ടാണ്. അപ്പോൾ അവയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവയ്ക്കും ഈ പറയുന്ന ലാൻഡിലേക്ക് മൂവ് ചെയ്യാൻ പറ്റാറൊക്കെ ഉണ്ട്, പക്ഷേ പൊതുവെ അങ്ങനെ അത്രത്തോളം ഡിവാസ്റ്റേറ്റീവ് അല്ല എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സെയിം പോയിന്റുകൾ ഒന്നുകൂടെ പറയുകയാണ്. ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് എയർ ഇൻ ടു ദ സൈക്ലൻസ് ആർ ആൻറ്റി ക്ലോക്ക് വൈസ് ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ ആൻഡ് ക്ലോക്ക് വൈസ് ഇൻ ദ സദേൺ ഹെമിസ്ഫിയർ. നമ്മുടെ ട്രോപ്പിക്കൽ സൈക്ലൻസ് ആയിക്കോട്ടെ, ടെമ്പറേറ്റ് സൈക്ലൻസ് ആയിക്കോട്ടെ, ഈ പറയുന്ന സൈക്ലൻസ് നോർത്തേൺ ഹെമിസ്ഫിയറിൽ എങ്ങനെയാണ് വീശാറുള്ളത്, അതിൻ്റെ എയർ ഫ്ലോ എന്ന് പറയുന്നത് എങ്ങനെയാണ്, അത് ആൻറ്റി ക്ലോക്ക് വൈസിലാണ് നോർത്തേൺ ഹെമിസ്ഫിയറിൽ. സദേൺ ഹെമിസ്ഫിയറിൽ എന്താണ്, അത് ക്ലോക്ക് വൈസിലാണ്. ഞാൻ നേരത്തെ ഇവിടെ ചിത്രം വരച്ചപ്പോൾ ഞാൻ നിങ്ങൾക്ക് വായിച്ചു കളഞ്ഞു. നേരത്തെ ഞാൻ ചിത്രം വരച്ച സമയത്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് നോക്കി നോക്കാം. നോർത്തേൺ ഹെമിസ്ഫിയർ നമ്മളൊക്കെ ഇന്ത്യയിലൊക്കെ ഒരു സൈക്ലോൺ വീശുകയാണെങ്കിൽ അത് ആൻറ്റി ക്ലോക്ക് വൈസിലായിരിക്കും. കാര്യം നമ്മൾ നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. നോക്കി നോക്കൂ, ക്ലോക്ക് തിരിയുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡിറക്ഷനിലല്ലേ, ക്ലോക്ക് തിരിയുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡിറക്ഷനിലല്ലേ ഇങ്ങനെ ഉള്ളിലോട്ടേക്ക് വരുന്നത്, ക്ലോക്ക് തിരിയുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ്. എന്നാൽ സദേൺ ഹെമിസ്ഫിയറിൽ നോക്കൂ, ക്ലോക്ക് തിരിയുന്ന ഡയറക്ഷനിലല്ലേ, ക്ലോക്ക് തിരിയുന്ന ആ ഡയറക്ഷനിലാണ് സൈക്കിൾ വരുന്നത്. നോക്കൂ, ക്ലോക്ക് തിരിയുന്ന ഡയറക്ഷനിലാണ്. നിങ്ങളുടെ ക്ലോക്ക് ഉണ്ടെങ്കിൽ ആ ക്ലോക്ക് തിരിയുന്ന അതേ ഡയറക്ഷനിലാണ് ചുറ്റുമുള്ള ഹൈ പ്രഷറിൽ നിന്ന് ഈ ലോ പ്രഷറിലോട്ടേക്ക് ബ്ലോ ചെയ്യുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് വേണമെങ്കിൽ അഡീഷണൽ കുറച്ച് പോയിന്റുകൾ കൂടി, സമയം കുറച്ചധികം എടുക്കുന്നുണ്ട് എങ്കിലും നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി പോകണം എന്നുള്ള ഒരു കാര്യമുള്ളത് കൊണ്ടാണ് അഡീഷണൽ കുറച്ച് പോയിന്റുകൾ കൂടെ പറയുകയാണെങ്കിൽ, നമ്മുടെ ഇന്ത്യയിൽ ഒരു 63 കിലോമീറ്റർ പെർ അവർ, അതായത് നമുക്കൊരു മണിക്കൂറിൽ ഒരു 63 കിലോമീറ്റർ വേഗതയിലൊക്കെ ഒരു വിൻഡ്, ഒരു സൈക്ലോൺ വീശുകയാണെങ്കിൽ, ഒരു കടലിൽ ഒരു ഫോം ചെയ്തിട്ട് ഇതുപോലത്തെ ഒരു വേൾഡ് വിൻഡ് വരികയാണെങ്കിൽ, ലോ പ്രഷർ ഫോം ചെയ്തിട്ട് ഒരു വിൻഡ് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കാറുണ്ട്, നമ്മൾ ഈ പറയുന്ന സൈക്ലോൺ എന്ന രൂപത്തിൽ നമ്മൾ വിളിക്കാറുണ്ട്. എന്നാൽ സാധാരണ ഒരു 117 കിലോമീറ്റർ പെർ അവറൊക്കെ ഉണ്ടെങ്കിലാണ് സാധാരണ ഈ പറയുന്ന നമ്മുടെ ഈ ഹാരിക്കെയിൻസ്, ടൈഫൂൺസ്, വില്ലീസ്, ടൊർണാഡോ എന്നൊക്കെ പറഞ്ഞ് വേറെ രാജ്യങ്ങളിൽ സൈക്ലോൺ എന്ന് പറയണമെങ്കിൽ ഒരു 117 കിലോമീറ്റർ വേഗതയിലെങ്കിലും മണിക്കൂറിൽ ഒരു 117 കിലോമീറ്റർ സ്പീഡിലെങ്കിലും വീശണം. നമ്മുടെ ഇന്ത്യയിൽ 63 കിലോമീറ്റർ പെർ അവറിൽ വീശിയാൽ തന്നെ നമ്മളതിനെ സൈക്ലോൺ ആയിട്ട് കണക്കാക്കും. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇത് നമ്മൾ അത്രത്തോളം സീരിയസ് ആക്കി എടുക്കുന്ന ഒരു കാര്യമല്ലായിരുന്നു. പക്ഷേ നമുക്കൊരു ഒറീസയിൽ കുറേ വർഷങ്ങൾക്ക് മുന്നേ ഒറീസയിൽ ഒരു സൈക്ലോൺ വീശുകയും അത് 10,000 ആളുകളെ മരണത്തിന് കാരണമാവുകയും ചെയ്തു. അപ്പോൾ ഓക്കി ആണെങ്കിൽ നമുക്ക് ലേറ്റസ്റ്റ് വീശിയ ഓക്കി ആണെങ്കിലും നമുക്ക് മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിവേ ഇത് കോസ്റ്റൽ ഏരിയയിൽ വലിയ ഒഡീഷയിലൊക്കെ 10,000 ആളുകൾ മരിച്ചു പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയത് കൊണ്ടാണ് നമ്മൾ പിന്നീട് സൈക്ലൻസിനെ പറ്റിയിട്ട് വളരെ ജാഗ്രത പാലിക്കാനോ, നമ്മുടെ നാട്ടിൽ ഒരു ഇത്രത്തോളം സ്പീഡ് വന്നാൽ തന്നെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ജാഗ്രത കുറച്ചും കൂടെ പാലിക്കാൻ വേണ്ടിയിട്ടാണ് 63 കിലോമീറ്റർ പെർ അവർ വരുമ്പോൾ തന്നെ നമ്മൾ ഇന്ത്യക്കാർ എന്ത് ചെയ്യുന്നത്, അതിനെ സൈക്ലോനായിട്ട് അംഗീകരിക്കുകയും ചെയ്യുന്നത്, അല്ലെങ്കിൽ സൈക്ലോനായിട്ട് നമ്മൾ ജാഗ്രത പാലിക്കുകയും ചെയ്യുന്നത്. എന്നാൽ ഇവിടങ്ങളിലൊക്കെ 117 കിലോമീറ്റർ പെർ അവറെങ്കിലും ഇവിടങ്ങളിലൊക്കെ സ്ഥിരമാണ് ഈ പറയുന്ന സൈക്ലോൺസ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഹാരിക്കെയിൻസും ഈ ടൊർണാഡോസൊക്കെ നമ്മുടെ USA ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന വിൻഡുകളാണ്. ടൈഫൂൺസൊക്കെ ജപ്പാനിലൊക്കെ ഇടയ്ക്കിടയ്ക്ക്, കാര്യം അത്രത്തോളം കോസ്റ്റൽ ഏരിയകളാണ് അവർക്ക്, ആ ഏരിയകളുടെ ഭാഗത്തായിട്ടാണ് അവർ നിൽക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇനി ഇപ്പം നിങ്ങൾ മസ്റ്റായിട്ട് നമ്മൾ ജോഗ്രഫി പഠിക്കുമ്പോൾ ഒരു മലയാളിയായിട്ടുള്ള ഒരു മനുഷ്യനെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അദ്ദേഹത്തിൻ്റെ പേരാണ് അഭിലാഷ് ടോമി എന്ന് പറഞ്ഞ ആൾ ഒരു സർക്കം നാവിഗേഷൻ, അതായത് ലോകം മുഴുവൻ ഒറ്റ പായക്കപ്പലിൽ ചുറ്റിയിട്ടുള്ള ഒരു മനുഷ്യനാണ് ഈ പറയുന്ന അഭിലാഷ് ടോമി. മലയാളിയാണ്, ഒരു നേവി ഓഫീസറാണ്, വളരെ ഇൻസ്പിറേഷണലാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകമുണ്ട്. അദ്ദേഹം ഇത്തരത്തിൽ ഒരുപാട് ചുഴലിക്കാറ്റുകളെയും ഒരുപാട് കൊടുങ്കാറ്റുകളെയും കടലിൽ ഉള്ള കാറ്റുകളൊക്കെ അതിജീവിച്ച് ഒറ്റ പായക്കപ്പലിൽ, അതായത് വളരെ പഴയ ഒരു സിസ്റ്റം മാത്രമുള്ള ഒരു ഒറ്റയ്ക്ക് ഒരു കടലിലൂടെ മൊത്തം ലോകം മുഴുവൻ വലം വെച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ്
സഫാരി ചാനലിൽ അദ്ദേഹത്തിൻ്റെ കുറച്ച് എപ്പിസോഡുകളുണ്ട്. നിങ്ങൾ മസ്റ്റായിട്ട് കാണാൻ ശ്രമിക്കണം. അദ്ദേഹം വളരെ ഇൻസ്പിറേഷനാണ്. അപ്പം അതൊക്കെ നമ്മുടെ മലയാളിയായിട്ടുള്ളൊരു മനുഷ്യനെ, ഇന്ത്യക്കാരനായിട്ടുള്ള ലോകത്തിന് മുന്നിൽ വളരെയധികം നേട്ടങ്ങൾ കൈവരിച്ച ഒരു മനുഷ്യനെ നമ്മൾ അറിയാതെ പോകരുത്, മലയാളിയായിട്ടുള്ള ഈ നേവി ഓഫീസർ. ഞാനിതിനെ സാന്ദർഭികമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഇനി നമുക്ക് ലാസ്റ്റ് ഒരു ടോപ്പിക്കിലേക്ക് കിടക്കാം. ആൻറ്റി സൈക്ലിൻസും എന്ത് തന്നെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ വേരിയബിൾ വിൻസ് തന്നെയാണ്. വേരിയബിളാണ്, അതായത് ഷോർട്ട് ഡ്യൂറേഷനേ ഉണ്ടാവുകയുള്ളൂ. വേരിയബിൾ വിൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഷോർട്ട് ഡ്യൂറേഷൻ. ഇൻറ്റൻസിറ്റിയോ ഡയറക്ഷനോ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇൻറ്റൻസിറ്റിയും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, ഡയറക്ഷനും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ളതാണ് ആൻറ്റി സൈക്ലിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ആൻറ്റി സൈക്ലിൻസ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ സൈക്ലിനെയാണ് നമ്മൾ കൂടുതലായിട്ടും പറഞ്ഞത്. നമുക്കിനി ആൻറ്റി സൈക്ലിൻസ് എന്താണെന്ന് നോക്കാം. ആൻറ്റി സൈക്ലിൻസ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ആൻറ്റി സൈക്ലിൻസ് എന്ന് പറയുന്നത്. പക്ഷെ അത്രത്തോളം ഈ പറഞ്ഞ പോലെ നമുക്ക് നാശനഷ്ടങ്ങളൊന്നും ഉണ്ടാക്കുന്ന ഒരാളല്ല. ആൻറ്റി സൈക്ലിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏരിയയിൽ ഹൈ പ്രഷർ ഫോം ചെയ്യുകയും സറൗണ്ടിങ് ഏരിയയിൽ ലോ പ്രഷർ ഫോം ചെയ്യുകയും ചെയ്യുന്നു. എവിടെ നിന്ന് എവിടേക്ക് കാറ്റ് വീശും? ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലോട്ടേക്ക് കാറ്റ് വീശും അല്ലേ? അപ്പോൾ വിൻഡ് ഹൈ പ്രഷറായിട്ടുള്ള ഈ ഏരിയയിൽ നിന്ന് പുറത്തേക്ക്, നേരത്തെ അകത്തേക്കായിരുന്നെങ്കിൽ ഇപ്പോൾ പുറത്തേക്ക് വിൻഡ് ബ്ലോ ചെയ്യുന്നു. ഇതാണ് ആൻറ്റി സൈക്ലിൻസ്. ഈ ആൻറ്റി സൈക്ലിൻസ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്താണ്? നോർത്തേൺ ഹെമിസ്ഫിയറിലും സദേൺ ഹെമിസ്ഫിയറിലും രണ്ട് ഡയറക്ഷനിലാണ് വീശുന്നത്. ഇപ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയർ ആണെങ്കിൽ ആൻറ്റി സൈക്ലിൻസ് ക്ലോക്ക് വൈസിലാണ് വീശുക. നമ്മുടെ നാട്ടിലൊക്കെ ആൻറ്റി സൈക്ലിൻസ് ക്ലോക്ക് വൈസിലാണ് വീശുക. സദേൺ ഹെമിസ്ഫിയർ ആണെങ്കിൽ എന്താണ്? നോർത്തേൺ ഹെമിസ്ഫിയറിലെ നേരത്തെ പറഞ്ഞ പോലെയല്ല, അതെങ്ങനെയാണ്? ആൻറ്റി ക്ലോക്ക് വൈസിലാണ് വീശുക. നമുക്ക് നോക്കി നോക്കാം. ഇപ്പം ഞാൻ നോർത്തേൺ ഹെമിസ്ഫിയറിലെ ഒരു ആൻറ്റി സൈക്ലിൻ വരയ്ക്കുകയാണ്. എങ്ങനെയായിരിക്കും? ക്ലോക്ക് വൈസിൽ, ഇപ്പോൾ അകത്തുനിന്ന് പുറത്തേക്ക് ഇങ്ങനെ ക്ലോക്ക് തിരിയുന്ന ഡയറക്ഷനിൽ വീശും. എന്നാൽ സദേൺ ഹെമിസ്ഫിയർ ആണെങ്കിലോ, ഇവിടെ ഒരു ഹൈ പ്രഷർ, പുറത്തേക്ക് എന്താണ്? ക്ലോക്ക് തിരിയുന്ന നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വീശും. അപ്പോൾ ഇതിൻ്റെ ചിത്രവും നിങ്ങൾക്ക് വളരെ ഭംഗിയിൽ എവിടെ കൊടുത്തിട്ടുണ്ട്? നമ്മുടെ ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടോ? നോർത്തേൺ ഹെമിസ്ഫിയറിൽ ക്ലോക്ക് വൈസിൽ, ക്ലോക്ക് തിരിയുന്ന പോലെ ഇങ്ങനെ അകത്തുനിന്ന് പുറത്തേക്ക് വീശുകയാണ്. മനസ്സിലായില്ലേ? നമ്മുടെ സദേൺ ഹെമിസ്ഫിയറിലാണെങ്കിൽ അകത്തുനിന്ന് പുറത്തേക്ക് എങ്ങനെയാണ്? ആൻറ്റി ക്ലോക്ക് വൈസിൽ, ക്ലോക്ക് തിരിയുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വീശുന്നു. അപ്പം ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞത് നോർത്തേൺ ഹെമിസ്ഫിയറിൽ സൈക്ലിൻസ് ആൻറ്റി ക്ലോക്ക് വൈസിലും സദേൺ ഹെമിസ്ഫിയറിൽ സൈക്ലിൻസ് ക്ലോക്ക് വൈസിലും. ഇവിടെ നേരെ തിരിഞ്ഞു. എന്താണ്? ആൻറ്റി സൈക്ലിൻസ് ആകുമ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ക്ലോക്ക് വൈസും സദേൺ ഹെമിസ്ഫിയറിൽ ആൻറ്റി ക്ലോക്ക് വൈസും ആണ് എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും വ്യത്യാസങ്ങളാണ്. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ അങ്ങനെ കമ്പയർ ചെയ്തിട്ട് തന്നെ പഠിക്കുക. ആൻറ്റി സൈക്ലിൻസ് ആർ ഹൈ പ്രഷർ സിസ്റ്റം ഫ്രം വിച്ച് വിൻഡ് വേൾസ് ഔട്ട്വേർഡ്സ്. അപ്പോൾ എന്താണ്? ആൻറ്റി ക്ലോക്ക് വൈസ് രീതിയിലാണ്. ആൻറ്റി സൈക്ലിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹൈ പ്രഷർ സിസ്റ്റമാണ്. നമ്മൾ സൈക്ലിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത്? ലോ പ്രഷർ സിസ്റ്റം ആണെങ്കിൽ നമ്മളുടെ ഈ പറയുന്ന കാര്യം എന്താണ്? അത് ലോ പ്രഷറാണ്, ഹൈ പ്രഷറാണ്. സൈക്ലിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറഞ്ഞിട്ടുള്ളത്? അത് ലോ പ്രഷർ ആണെങ്കിൽ ആൻറ്റി സൈക്ലിൻസ് എന്താണ്? ഹൈ പ്രഷറാണ്. ഓക്കെ, ഇത് ഹൈ പ്രഷർ സിസ്റ്റം ഫ്രം വിച്ച് വിൻഡ് വേൾ ഔട്ട്വേർഡ്സ്, അതായത് ചുഴറ്റിയിട്ട് അത് എങ്ങോട്ടേക്കാണ്? പുറത്തോട്ടേക്കാണ് പോകുന്നത്, പുറത്തോട്ടേക്കാണ് ചുഴറ്റിയിട്ട് എറിയുന്നത്. ജനറലി ആൻറ്റി സൈക്ലിൻസ് ഡു നോട്ട് കോസ് അറ്റ്മോസ്ഫിയറിക് ഡിസ്റ്റർബൻസ്. ഇത് അന്തരീക്ഷത്തിൽ വലിയ ഡിസ്റ്റർബൻസുകളൊന്നും സാധാരണ രീതിയിൽ ഇത് ഉണ്ടാക്കുന്നില്ല, മറ്റേത് സൈക്ലിൻസ് പോലെ ഉണ്ടാക്കുന്നില്ല. ദ ഡിറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് വിൻഡ്സ് ഫ്രം ആൻറ്റി സൈക്ലിൻസ് ഈസ് ക്ലോക്ക് വൈസ് ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ് ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ് ഇൻ ദ സദേൺ ഹെമിസ്ഫിയർ. മനസ്സിലായോ? ഇത് നോർത്തേൺ ഹെമിസ്ഫിയറിൽ ക്ലോക്ക് വൈസിലും സദേൺ ഹെമിസ്ഫിയറിൽ ഇതെന്താണ്? ആൻറ്റി ക്ലോക്ക് വൈസിലുമാണ് വീശുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇത് ഹൈ പ്രഷർ സിസ്റ്റമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? ലോ പ്രഷർ സിസ്റ്റമാണ്. ഇത് ഹൈ പ്രഷർ സിസ്റ്റമാണ്. ഇതെന്താണ്? ഡു നോട്ട് കോസ് അറ്റ്മോസ്ഫിയറിക് ഡിസ്റ്റർബൻസ്. ആൻറ്റി സൈക്ലിൻസ് സാധാരണ രീതിയിൽ അറ്റ്മോസ്ഫിയറിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്? ആൻറ്റി സൈക്ലിൻസ് എന്താണ്? ക്ലോക്ക് വൈസ് ആണ് നോർത്തേൺ ഹെമിസ്ഫിയറിൽ, ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് സദേൺ ഹെമിസ്ഫിയറിൽ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് ഈ പറയുന്ന ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം? പഠിക്കാം. അപ്പോൾ നമുക്ക് അടുത്തൊരു ടോപ്പിക്കുമായിട്ട് കണ്ടുവരാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.